ദൈവ തിരുവചനത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് അതിന് ഒരു യോഗ്യതയുമില്ലാത്ത ഒരാളാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയിൽ എന്നെ വഹിക്കണമേ എന്ന് താഴ്മയോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ സർവീസിൽ നാം കണ്ടതുപോലെ അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ചതുപോലെ ഇന്നത്തെ ദിവസം സഭയായിട്ട് ദിവ്യസംഗീത ഞായറായിട്ട് വേർതിരിച്ചിരിക്കുകയാണല്ലോ. അപ്രകാരം സെക്കൻഡ് മ്യൂസിക് സൺഡേ ആയിട്ട് ആചരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയായിട്ട് ഗായസംഘത്തിന് ഇങ്ങനെയൊരു അവസരം തന്നതിനായിട്ട് സഭയോടുള്ള നന്ദിയും ഈ ഇടവയോടുള്ള നന്ദിയും പ്രത്യേകിച്ച് അച്ഛനോടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടുള്ളൊക്കെയുള്ള നന്ദിയും സ്നേഹവും കൊയറിൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇടവ ഗായസംഘത്തെക്കുറിച്ച് എല്ലാ വർഷവും നിങ്ങൾ കേൾക്കുന്നതാണ്, എല്ലാ ദിവസവും നിങ്ങൾ ഞങ്ങളെ കാണുന്നതാണ്, എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഗായസംഘത്തിൽ എല്ലാം കൂടി ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ഏകദേശം 81 അംഗങ്ങൾ ഉണ്ടെന്നുള്ളതും ഈ വർഷം കുറച്ച് മെമ്പേഴ്സിന് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഈ തരുണത്തിൽ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഗായസംഘമായിട്ട് ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വചന സൃഷ്ടിയിലേക്ക് കടക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, ഞാൻ ജീവിക്കുന്നതു ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ നല്ല കർത്താവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ ശാന്തതയ്ക്കാട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇടവകയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തൃക്കയിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനിയുള്ള സൃഷ്ടികളിലും കർത്താവിന് സാന്നിധ്യ കൃപ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഒരു മനസ്സോടെ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരാത്മദേഹികളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് യാചിക്കുന്നു. കർത്താവെ, കടന്നു വരാൻ സാധിക്കാതെ പോയവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ കാത്തുപാലിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. ഒരിക്കൽ കൂടി കർത്താവെ, അടിയങ്ങളെ എല്ലാവരെയും താഴെ സമർപ്പിക്കുന്നു. ഇന്നത്തെ കർത്താവ് വചന കേൾവി, ഹാലലിയ വചന ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തരണമെന്ന് യാചിക്കുന്നു. കർത്താവെ, അടിയന് ഒരു യോഗ്യതയുമില്ല. അടിയൻ്റെ വായോട് കൂടെ ഇരിക്കണമേ, ചിന്തകളോട് കൂടെ ഇരിക്കണമേ, കേൾക്കുന്നവരോട് കൂടെ ഇരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടി ഗായസംഘത്തെക്കുറിച്ച് പറയട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ പരസ്യത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ശനിയാഴ്ച 6:30 തൊട്ട് 8:30 വരെ ഗായസംഘമായിട്ട് ലീഡ് ചെയ്തുകൊണ്ട് ഇടവകയായിട്ട് ഒരു പ്രൈസ് നൈറ്റ് സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തീം എന്ന് പറയുന്നത് എഫാദ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, ബി ഓപ്പൺ. നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, നമ്മുടെ അധരങ്ങൾ തുറക്കുവാൻ, നമ്മുടെ ചെവികൾ കേൾക്കാൻ വേണ്ടി തുറക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസമാക്കി ആ ഈവനിങ്ങിനെ നമുക്ക് മാറ്റാം. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരണമേ എന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. തന്നെയുമല്ല, കടന്നു വരുന്ന ഏവർക്കും ഒരു ഡിന്നറും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരുമിച്ച് ദൈവത്തെ ഒരു മനസ്സോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ച് കലണ്ടർ പ്രകാരം ഹല്ലേലൂയ പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സൺഡേയാണ്. ചർച്ച് കലണ്ടർ പ്രകാരം ഇന്ന് ട്രിനിറ്റി സൺഡേ ആയിട്ടാണ് നാം ആചരിക്കുന്നത്. അതായത് നമ്മളിന്ന് അതിനായിട്ട് നമ്മുടെ എവങ്കേലിനായിട്ട് വായിച്ച വേദഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതൽ 28-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. അതിൻ്റെ
19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആധാരമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ മാത്യു ചാപ്റ്റർ 28 അതിൻ്റെ 19ഉം 20ഉമുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സഭയായിട്ട് ട്രിനിറ്റി സൺഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഈ ട്രിനിറ്റി എന്ന വാക്ക് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഏക ദൈവം എങ്ങനെയാണ് 3 പേഴ്സണാലിറ്റി അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങളാകുന്നത് എന്ന ഒരു ചോദ്യത്തിന് പലപ്പോഴും നമ്മളൊക്കെയും ഹല്ലേലൂയ പതറിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവജനമേ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് യാതൊരുവിധമായ സംശയങ്ങളുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ 3 രൂപങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ തൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് 3 രൂപങ്ങൾ അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് ഹല്ലേലൂയ അതിനകത്ത് അതിശയോക്തി ഒന്നുമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നാം അല്ല സൃഷ്ടാവ്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മരിച്ചുപോയ ഓർത്തഡോക്സ് സഭയിലെ ഒരു പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഈ ബലഹീനമായ ഈ തലയോട്ടിക്കുള്ളിൽ ഒതുക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര അഗോചരമാണ്, അവൻ്റെ രീതികൾ എത്ര അവർണ്ണനീയമാണ്. അത് എൻ്റെയോ നിങ്ങളുടെയോ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് തൃത്വം എന്താണെന്നും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്താണെന്നും ഒക്കെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് 2-ാം പാഠം വായിച്ചപ്പോൾ എപ്പേസ്തൽ വായിച്ചപ്പോൾ അവസാനം പത്രോസ് പറയുന്ന ഒരു ആശീർവാദമുണ്ടല്ലോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നിങ്ങളോട് കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് 3 ഹല്ലേലൂയ വ്യക്തിത്വങ്ങളെയും അവിടെ അടയാളപ്പെടുത്തി പൗലോസ്ലീഹ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്കറിയാം, പിതൃത്വ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ബഹുവചനമാണ്. ദൈവം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്നത് ഒരു ബഹുവചനമാകുമ്പോൾ ഒരു യൂണിറ്റി, 3 വ്യക്തിത്വം 3 പേഴ്സണാലിറ്റിയുടെ ഒരു യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായി തീരുവാൻ ഹല്ലേലൂയ പിതൃത്വ പരിശുദ്ധാത്മാവ് എങ്ങനെ ഏകമായിരിക്കുന്നുവോ അതുപോലെ ഏകമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവകയായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ തീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ട്രിനിറ്റി ആണ്. 2ാമത് ദിവ്യസംഗീത ഞായറായിട്ട് ഹല്ലേലൂയ പറയുമ്പോൾ കർത്താവിന് വേണ്ടി പാടുക എന്നാണ് ഹല്ലേലൂയ ആ തീം ഗായസംഘമായിട്ട് DSMC ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന തീം. കർത്താവിന് വേണ്ടി പാടുക. 2 കാര്യങ്ങളാണ് കർത്താവിന് വേണ്ടി പാടുക. 2 നാം കേട്ട വേദഭാഗത്തിലെ അവസാന ഭാഗം, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. എന്തിനാണ് നാം കർത്താവിന് വേണ്ടി പാടേണ്ടത് എന്ന് ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി പാടുക. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. മൈ ടങ് വിൽ സിംഗ് അലൗഡ് ഓഫ് യുവർ റൈറ്റ്നസ്. ഹല്ലേലൂയ. നിൻ്റെ നീതിയെക്കുറിച്ച് ഞാൻ പാടും. ഹല്ലേലൂയ. 59-16 സങ്കീർത്തനങ്ങൾ 59-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും പറയുന്നു, ഐ വിൽ സിംഗ് ഓഫ് യുവർ സ്ട്രെങ്ത്. അവൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പാടും. ഹല്ലേലൂയ. അവൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ പാടും. ഹല്ലേലൂയ. അവൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ് ലവിനെ കുറിച്ച് നമ്മൾ പാടും. സങ്കീർത്തനങ്ങൾ 59-16 തന്നെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അവസാനമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പാടാൻ കഴിയണം. ഹല്ലേലൂയ. പിന്നെ 119-ാം സങ്കീർത്തനം 172-ാം വാക്യം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, മൈ ടങ് വിൽ സിംഗ് ഓഫ് യുവർ വേർഡ്. നിൻ്റെ വചനത്തെക്കുറിച്ച് ഞാൻ പാടും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പാടുമ്പോൾ ഇതൊക്കെയും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരുടെ പാട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഹല്ലേലൂയ ഓർമ്മിപ്പിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എങ്ങനെയുള്ളവർക്കാണ് ഹല്ലേലൂയ മനുഷ്യരെ ദൈവത്തിൻ്റെ ശിഷ്യരാക്കുവാൻ കഴിയുന്നത് എന്ന് ഉള്ള ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരാമം കുറിക്കണമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു രക്ഷയുടെ ഗാനമുണ്ട്. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ഹല്ലേലൂയ. ദൈവം എൻ്റെ രക്ഷയായതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ സംഗീതമാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരുടെ സംഗീതമാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനായിട്ട് കാണും, ഹല്ലേലൂയ, ഞാൻ എന്നാണ് രക്ഷിക്കപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് ഹാലലൂയ ഒരു മർത്തമക്കാരനോട് പറയേണ്ട ആവശ്യമില്ല. അതിൽ ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് പറയാനായിട്ട് കഴിയും, ഹാലലിയ എൻ്റെ 5-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ ഹാലലിയ ദൈവം രക്ഷിതമായിട്ട് എഴുന്നേറ്റ് നിന്ന് സാക്ഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. അന്ന് മുതൽ ദൈവത്തിൻ്റെ പാതയിൽ നടപ്പാനുള്ള ഹാലലിയ പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും തെറ്റിപ്പോയെങ്കിലും ഹാലലിയ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രക്ഷയുടെ സന്തോഷം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവെ ഞങ്ങൾ നാൾക്കുനാൾ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പാടിക്കൊണ്ട് ഹാലേലിയ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരുടെ പാട്ട് ഹാലേലിയ കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ, പാടുവാൻ നമ്മെ സഹായിക്കട്ടെ. ഹാലേലിയ പാട്ടുകാരൻ ഇങ്ങനെയാണല്ലോ പാടിയിരിക്കുന്നത്. ഹാലേലിയ ഭാഗ്യനാൻ ഭാഗ്യനാൻ യേശു എൻ പാപം തീർത്തനാ. നോക്കിക്കേ, യേശു നമ്മുടെ പാവം തീർത്ത ഹാലലിയ ആ ദിവസം ആ രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് പാടുമ്പോൾ എത്ര മനോഹരമാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പാടുന്ന പാട്ടാണ് ഹാലലിയ, അതിനാണ് മധുരകരമായിട്ടിരിക്കുന്നത്. ഹാലലിയ എൻ്റെ വാക്യം ഇതാണ്, ഹാലലിയ സ്തോത്രം, രക്ഷിക്കപ്പെട്ട് ഹാലലിയ രക്ഷാവാഹകരായി തീരുക. ആർക്കാണ് ശിഷ്യന്മാരെ ആക്കാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെട്ടവർക്ക്. ഹാലലിയ സേവ് ടു സേവ്. ഒന്നാമത്തെ ടോപ്പിക് ഇതാണ്, സേവ് ടു സേവ്. ഹാലലിയ രക്ഷിക്കപ്പെട്ട് രക്ഷാവാഹകരായി തീരുക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഹാലലിയ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി ഹാലലിയ ദൈവത്തിൻ്റെ സകല ജാതികളെയും ദൈവത്തെ ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട് കഴിയുമെന്ന് രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഹാലലിയ അനുഭവം എന്ന് പറയുന്നത്, എങ്ങനെയുള്ള പാട്ടുകളാണ് നാം പാടേണ്ടത്, എങ്ങനെയുള്ളപ്പോൾ ഹാലലിയ എങ്ങനെയുള്ള പാട്ടുകളാണ് ദൈവം കൂടുതൽ മനുഷ്യരെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയുമ്പോൾ ഹാലലിയ സൗഖ്യപ്പെട്ടവർ കർത്താവിനായി പാടട്ടെ. ഹാലലിയ സൗഖ്യം പ്രാപിച്ചവർ കർത്താവിനായി പാടട്ടെ. ഹാലലുയ ഹാലലിയ സങ്കീർത്തനങ്ങൾ 147-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഹാലലിയ അവൻ ഹി ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് ബൈൻഡ്സ് അപ്പ് ദ വൂണ്ട്സ്. ഹാലലിയ അവൻ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. ഹാലലിയ 30-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹാലലിയ ലോർഡ് മൈ ഗോഡ് ഐ called to you for help and you healed me. ഹാലേലിയ നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് പാടണം. ഹാലേലിയ നമ്മളെ ഹാലേലിയ സൗഖ്യം എന്ന് പറയുന്നത് ഹാലേലിയ അതിന് 2 വശങ്ങളുണ്ട്. ഹാലേലിയ നമുക്കറിയാം, പലരും ഇന്ന് രോഗത്തിൻ്റെ അവസ്ഥയിലായതെങ്കിൽ പോലും സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന എത്രയോ ഹാലേലിയ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാലേലിയ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹാലേലിയ സൗഖ്യപ്പെട്ട കുഷ്ഠരോഗിയോട് കർത്താവ് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ഹാലലിയ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന് കാണിക്കുക, അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കുക. അതാണ് സൗഖ്യപ്പെട്ടവൻ്റെ ആരാധന എന്ന് പറയുന്നത്, സൗഖ്യപ്പെട്ടവൻ്റെ സംഗീതം എന്ന് പറയുന്നത്. ഹാലലിയ അവനെ എവിടേക്ക് സൗഖ്യപ്പെടുന്നതിന് മുന്നമേ അവനെ എവിടെ നിന്നൊക്കെ മാറ്റപ്പെടുത്തിയോ, എവിടെ നിന്നൊക്കെ അകറ്റി നിർത്തിയോ അവിടെയൊക്കെയും ചെന്ന് ഹാലലിയ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് പറയുവാൻ, ദൈവത്തിൻ്റെ സംഗീതം പറയുവാൻ ഹാലലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. ഹാലലിയ പൗലോസിൻ്റെ സൗഖ്യം എങ്ങനെയുള്ള സൗഖ്യമായിരുന്നു? പൗലോസ് പറയുന്നുണ്ട്, ഹാലലിയ 2 കൊരിന്ത്യൻ്റെ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറയുന്ന കർത്താവിൻ്റെ ഹാലലിയ വിലയേറിയ വാഗ്ദാനം. അവന് ഹാലലിയ ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു, എങ്കിലും അവൻ സൗഖ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹാലലിയ അതാണ് ആന്തരിക സൗഖ്യം. ഹാലലിയ ദൈവം സൗഖ്യപ്പെടുത്തുമ്പോൾ അത് ഭൗതികമായ സൗഖ്യം മാത്രമല്ല, പിന്നെയോ ഹാലലിയ ഒരു ഹാലലിയ സ്തോത്രം, ഒരു പരിപൂർണ്ണ സൗഖ്യം, ഒരു വ്യക്തിത്വത്തിൻ്റെ പരിപൂർണ്ണ വീണ്ടെടുപ്പാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിലും എത്രയോ പേരുണ്ട് ഹാലലിയ ശരീരത്തിൽ പീഡനം അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ ദൈവത്തിന് വേണ്ടി പാടുന്നു. അതാണ് സൗഖ്യത്തിൽ ഹാലലിയ അനുഭവിക്കുന്ന കഷ്ടതയിലാണെങ്കിലും അതിലൊരു സൗഖ്യം കണ്ടെത്തുന്ന അനേക ഭക്തന്മാർക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലേലിയ ഒരു നാടോടിക്കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഹാലേലിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഹാലേലിയ സൗഖ്യപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച്. മരിച്ചു കഴിഞ്ഞപ്പോഴും സൗഖ്യപ്പെടുത്തുന്ന ഒരു കർത്താവിൻ്റെ ഒരു നാടോടിക്കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഹാലേലിയ വാഴ്ത്തപ്പെട്ട കർത്താവ് കുരിശിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അന്ധനായ മനുഷ്യൻ, അന്ധനായ ഒരു പടയാളി എന്നാണ് ആ ഇസ്രായേലിൽ പറയുന്ന ഒരു നാടോടി കഥയാണത്. ഒരു അന്ധനായ ഹാലലിയ മനുഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുന്തം കൊണ്ട് കുത്തുന്നു എന്നാണ് പറയുന്നത്. ഹാലേലിയ ഒരു ലേഖകർത്താവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാലേലിയ ആ മുറിവിൽ നിന്നൊരുകിയ രക്തം കൊണ്ട്, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുറിവിൽ നിന്നൊരുകിയ രക്തം കൊണ്ട് ഹാലേലിയ ആ അന്ധനായ പടയാളിക്ക് കാഴ്ച ലഭിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാലേലിയ അതെ, ഹാലേലിയ നമ്മുടെ മുറിവുകളാൽ ഹാലേലിയ മറ്റുള്ളവർ സൗഖ്യപ്പെടുന്നുണ്ടെങ്കിൽ
മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഹാലേലിയ അതെത്ര വലിയ സാക്ഷ്യമാണ്. ഹാലേലിയ നമുക്കൊരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഹാലേലിയ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട്, ആ മുറിവിൽ നിന്ന് ഹാലേലിയ പ്രയാസങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ സൗഖ്യപ്പെടുന്നുണ്ടെങ്കിൽ ഹാലേലിയ സൗഖ്യദായക ശുശ്രൂഷ ഹാലേലിയ എത്ര വലുതാണ്. നമ്മുടെ ആലയം ഒരു ആതുരാലയമാണെന്ന് ആകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പലരും വരുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടു, ഹാലേലിയ യഹോവയായ ദൈവമൂതി മനുഷ്യന് ഹാലേലിയ ശ്വാസം കിട്ടി, ജീവൻ കിട്ടി. കർത്താവായ യേശു ക്രിസ്തു ഊതി ആ ശിഷ്യന്മാർക്ക് ഹാലേലിയ പരിശുദ്ധാത്മാവിനെ കിട്ടി. നമ്മൾ ഊതുമ്പോൾ എന്ത് ലഭിക്കും? ഹാലേലിയ നമ്മൾ നോക്കുമ്പോൾ ഒരു സൗഖ്യദായക സൃഷ്ടിയാകട്ടെ, നമ്മൾ സംസാരിക്കുന്നത് ഒരു സൗഖ്യദായക സൃഷ്ടിയാകട്ടെ. ഹാലേലിയ എൻ്റെ മുറിവുകളാൽ ഹാലേലിയ മറ്റുള്ളവർക്ക് സൗഖ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞ വേറൊരു സുവിശേഷവും വേറൊരു സൗഖ്യദായക സൃഷ്ടിയുമില്ല. ഹാലേലിയ നമ്മുടെ ഓർത്തഡോക്സ് ലിറ്റർജിയിൽ ഒരു മനോഹരമായ ഒരു ഗാനം ഇങ്ങനെയാണ്. ഹാലേലിയ ഇന്ന് ഗായസംഘമായതുകൊണ്ട് ഞാൻ 2-3 കോറസൊക്കെ പാടുകയാണ്, നിങ്ങൾ സഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലേലിയ ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാലേലിയ നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നേ സുഖമേകും നോക്കി. ഓർത്തഡോക്സ് പ്രീസിനകത്ത് പലവിധമായ സിറിയൻ ലിറ്റർജിയിലും ഹാലേലിയ മനോഹരമായ ഗാനങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൽവൈദ്യ ഞാൻ നിങ്കിലേക്ക് വരുന്നു. ഹാലേലിയ അതായത് അതിൻ്റെ മുന്നിൽ പറയുന്ന വാക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പലയിടത്ത് ഓടി നടന്നു, പല വൈദ്യന്മാരിൽ ചേർന്ന് കണ്ടു, പക്ഷേ അവരിലൊന്നും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. അതിനുശേഷമുള്ള ആ സിറിയൻ നമ്മുടെ പിതാക്കന്മാർ എഴുതിയ വരികളാണ്: നൽവൈദ്യ നിന്നെയും നിൻ്റെ ഔഷധ ഗുണവും ഹാലേലിയ ഞാൻ കേട്ടു, നിങ്ങൾ ഞാൻ വരുന്നേൻ സുഖമേകും ന്യൂനം. വരുന്നവർക്കെല്ലാം സുഖമേകും ന്യൂനം. ഈ കർത്താവിൻ്റെ തിസിലേക്ക് കടന്നു വന്ന് സൗഖ്യദായ സൃഷ്ടിയിൽ ഹാലിയ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ പാട്ടുകൾക്ക് ഒരർത്ഥമുണ്ടാകും. നമ്മൾ ശിഷ്യരാകുവാൻ പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഹാലേലിയ അവർക്ക് ഹാലേലിയ സൗഖ്യം ലഭിക്കുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആമേൻ. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഹാലേലിയ രൂപാന്തരപ്പെടുക. ഹാലേലിയ രൂപാന്തരപ്പെടുത്തുക. ഹാലേലിയ റിന്യൂ ടു റിന്യൂ. ഹാലേലിയ രൂപാന്തരപ്പെടുത്തുന്നവരാകുക. ഹാലേലിയ രൂപാന്തരപ്പെടുത്തുന്നവരാകുക. സക്കായിയുടെ കഥ നമുക്കറിയാം. ഹാലേലിയ സക്കായി ഹാലേലിയ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ കാണാനായിട്ട് മേളിൽ കയറി കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞ് താഴെ ഇറങ്ങി വാ. ഹാലേലിയ ഉടൻ തന്നെ അവന് മാനസാന്തരം വരികയും അവൻ എന്താണ് ചെയ്തതെന്നറിയാമല്ലോ നമുക്ക്. അവൻ ആരുടെ നിന്നൊക്കെ ഹാലേലിയ അനീതിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ഒരു ലേഖകൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ മനുഷ്യൻ തിരിച്ചു കൊടുത്തപ്പോൾ അവൻ ഒന്നും വേറെ പറഞ്ഞില്ല, എന്നാൽ അവൻ്റെ കൂടെ ഇവൻ എങ്ങനെ ഈ മാറ്റം വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അനേകർ യേശുവിനെ അറിയുവാനിടയായി എന്നുള്ളൊരു കാര്യം ആ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രൂപാന്തരപ്പെട്ട് ഹാലേലിയ രൂപാന്തരപ്പെടുത്തുന്നവരാകുക. അങ്ങനെയെങ്കിൽ ഹാലേലിയ നമുക്ക് സകല ജാതികളെയും അല്ലെ നമ്മൾ സംസാരിക്കുന്നവരെ ദൈവത്തിൻ്റെ ശിഷ്യരാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഹാലേലിയ ഒരു പ്രാസംഗികൻ ഹാലേലിയ ഒരു സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യന് മാനസാന്തരം വന്നു. ആ മനുഷ്യൻ അന്നേരം തന്നെ ഹാലേലിയ എന്ത് ചെയ്യുന്നറിയാമോ? ആ മനുഷ്യൻ അന്നേരം തന്നെ തൻ്റെ ഹാലേലിയ അടുത്തുള്ള അടുത്ത നെയ്ബർഹുഡിലുള്ള ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഈ വാച്ച് നിൻ്റേതാണോ? ഈ വാച്ച് നിൻ്റേതാണോ? ഒരു വാച്ച് അവൻ്റെ കണ്ടിട്ട് ചോദിച്ചു, ഇത് നിൻ്റേതാണോ? അവൻ പറഞ്ഞു, ആണു. ഇതിനകത്ത് എൻ്റെ ഇൻഷ്യലുണ്ട്. 5 കൊല്ലം കൊണ്ട് എനിക്കിത് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഹാലേലിയ നീ എന്താണ് ഇപ്പോൾ എനിക്ക് തിരിച്ചു തരുന്നത്? എന്നാൽ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല, ഐ ആം കൺവേർട്ടഡ്. ഹാലേലിയ ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല, ഐ ആം കൺവേർട്ടഡ്. ഹാലേലിയ ദൈവജനമേ, ഹാലേലിയ ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവം നമ്മെ മാനസാന്തരപ്പെടുത്തുമ്പോൾ അത് ഭാഗികമായിട്ടില്ല. വേറൊരു കഥ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അത് ഹാലേലിയ ഒരു മനുഷ്യൻ, ഈ ലോകത്തിലെ മനുഷ്യർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് കടന്നു ചെന്നു. അവൻ എന്നിട്ട് പറയുകയാണ്, എനിക്ക് വളരെ പ്രയാസം, ഞാൻ ഒരു $500 എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ അനധികൃതമായിട്ട് ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാലേലിയ അവൻ എങ്ങനെയാണ് നീ ഇത്, എനിക്കത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. സപ്പോസ് ഈസ് ഡൂയിങ് ദ പെറ്റി ക്യാഷ് ഓർ സംതിങ് അക്കൗണ്ട് ചെയ്യുന്നതായിരിക്കാം, എനിക്കത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നീ ഒരു കാര്യം ചെയ്യേ, നീ ഈ വർഷം 5000 ആണല്ലോ എടുത്തത്, അടുത്ത കൊല്ലം 2000 എടുക്ക്, അത് കഴിഞ്ഞ് 1000 എടുക്ക്, 500 എടുക്ക്, അങ്ങനെ ഗ്രാജുവലി മാറ്റിക്കൊണ്ടുവരിക. ഈ ലോകത്തിലെ ഹാലേലിയ റെമഡീസൊക്കെയും പലപ്പോഴും അങ്ങനെയാണ്, ഗ്രാജുവലി. എന്നാൽ ഹാലേലിയ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയോട് ഇടപെടുമ്പോൾ അത് ഹാലേലിയ ക്ഷണികമാണ്, അത് ഇമ്മീഡിയറ്റ് ആണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഹാലേലിയ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. ഹാലേലിയ ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹാലേലിയ സ്തോത്രം. നമുക്ക് ഹാലേലിയ
നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലോട്ട് ആഡ് ചെയ്യും. പക്ഷേ we will never subtract sin from our life. Hallelujah. We would like to add Jesus to our life, but we will never like to subtract sin from our life. Hallelujah. അങ്ങനെയല്ല, പാപത്തെ നമ്മുടെ ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്, ഹാലേലിയ സ്തോത്രം, ഹാലേലിയ സിന്നിനെ നമ്മുടെ ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് സൗഖ്യദായ ശുശ്രൂഷയിൽ, ഹാലേലിയ രൂപാന്തരപ്പെടുന്ന ശുശ്രൂഷയിലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാലേലിയ ഇങ്ങനെയാണ് പറയുന്നത്, ഹാലേലിയ ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ബിലീവ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ബിഹേവിയർ ആയിരിക്കരുത്. ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ബിലീവ് വിത്തൗട്ട് ബിഹേവിയർ. ഹാലേലിയ നീ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ it should be a change in behavior too. Amen. It should be a change in behavior too. Whether you are in the church, where you are in the office, where you are in the home, hallelujah, it should be a change in the behavior too. Hallelujah. Stotram. It is revival without reformation, without repentance. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹാലേലിയ ഈ പകൽക്കാലം എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ. ഹാലേലിയ ഞങ്ങൾ പാടുമ്പോൾ ഹാലേലിയ സേവ് ടു ബി സേവ്. ഹാലേലിയ രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ വാഹകരായി തീരുക. ഹാലേലിയ ഹീൽ ടു ഹീൽ. ഹാലേലിയ സൗഖ്യപ്പെട്ട് സൗഖ്യദായകരായുക. ഹാലേലിയ റിന്യൂ ടു റിന്യൂ. ഹാലേലിയ അങ്ങനെയെങ്കിൽ ഹാലേലിയ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള ഗ്രേറ്റ് കമ്മീഷൻ നമ്മോട് കൽപ്പിച്ച കർത്താവ്, ഹാലേലിയ അതിൻ്റെ ഭാഗങ്ങളാവുവാൻ നമ്മെ സഹായിക്കും. എങ്ങനെയാണ് ഹാലേലിയ സ്തോത്രം രൂപാന്തരപ്പെട്ടവൻ്റെ സംഗീതം എങ്ങനെയായിരിക്കും? ഹാലേലിയ ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഹാലേലിയ ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ഹാലേലിയ അവിടെ ഒരു നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന നല്ലവണ്ണം പാടുന്ന ഒരു വ്യക്തി 23-ാം സങ്കീർത്തനം നിങ്ങളൊക്കെയും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം. എന്നാൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ചേഞ്ചസ് വരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം. ഹാലേലിയ നല്ലവണ്ണം പാടുന്ന ഒരു വ്യക്തി സ്റ്റേജിലോട്ട് കയറി നിന്നിട്ട് ഓർഗനൈസേഴ്സ് അവരെ വിളിച്ചു, ഈ സങ്കീർത്തനം ഒന്ന് പാടാമോ, ഇതൊന്ന് പാടി കേൾപ്പിക്കാമോ? അദ്ദേഹം മനോഹരമായിട്ട് പാടി. എല്ലാവരും കാതുകൂർപ്പിച്ച് കേട്ടു, എല്ലാവരും സന്തോഷത്തോടെ കേട്ടു, അനുഭവിച്ചു. പക്ഷേ ഹാലേലിയ അവൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിലിരുന്ന ഹാലേലിയ ഒരു ദിവസക്കൂലി തൊഴിലാളിക്കായ ഒരു വ്യക്തി എണ്ണിച്ചങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ അവിടെ അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സങ്കീർത്തനം ഒന്ന് പാടിക്കൊള്ളട്ടെ. ഹാലേലിയ അദ്ദേഹം അങ്ങോട്ട് എണ്ണിച്ച് കടന്നു ചെന്നു. ഹാലേലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഹാലേലിയ യഹോവ എൻ്റെ ഇടയനാവുന്നു പാടുവാനായിട്ട് തുടങ്ങി. ഹാലേലിയ അവിടെ കൂടിയിരുന്ന ജനമൊന്നാകെ ഹാലേലിയ ദൈവത്തിൻ്റെ ആത്മാവരിൽ പരിവർത്തിച്ചു. ഈ മനുഷ്യൻ പറയുമ്പോഴൊക്കെയും യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പറങ്ങളിൽ അവനെ കിടത്തുന്നു എന്ന് മനോഹരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാടിയപ്പോൾ അവിടെ കൂടിയിരുന്ന സദസ്സൊക്കെയും എഴുന്നേറ്റ് നിന്ന് ദൈവത്തിനെ മഹത്വം കരേറ്റി. ഹാലേലിയ രൂപാന്തരപ്പെട്ട് രൂപപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഹാലേലിയ വിശുദ്ധ കുർബാനയിലേക്ക് നാം പങ്കെടുക്കുമ്പോൾ ഹാലേലിയ രക്ഷിക്കപ്പെട്ട് രക്ഷാവാഹകരായി തീർന്ന് സൗഖ്യപ്പെട്ട് സൗഖ്യദായകരായി തീർന്ന് രൂപപ്പെടുത്തുന്നതായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ. താങ്ക് യു.